ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന WCPO എക്സാമിൻ്റെ ആൻസർ കീ ആണ്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ്. ഓപ്ഷൻ ബി എലിസയാണ് ആൻസർ ആയിട്ട് വരുന്നത്. സെക്കൻഡ് വൺ, പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്യൂണോഗ്ലോബിൻ. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ. നെക്സ്റ്റ് വൺ, ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഇവിടെ 4 മീനുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 4 മീനുകളും വംശനാശ ഭീഷണി നേരിടുന്ന ഭൂഗർഭ മീനുകളാണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ട് വരും. നെക്സ്റ്റ് വൺ, ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ്. ഇതിന്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്തരീക്ഷമർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. അതിന് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ പ്രകാശത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്ര? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 7ന് മുകളിൽ. അറ്റോമിക സംഖ്യ 23 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും? ഡി ബ്ലോക്കിലാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, നിക്രോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജാ രവിവർമ്മയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? സാഹിത്യമഞ്ജരി 1ാം ഭാഗം. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാന്റിക് കാവ്യമെന്നും റൊമാന്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി ഏത്? ഓപ്ഷൻ ഡി, നളിനിയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് കുമാരനാശാന്റെ കൃതിയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇതില് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇതിലെ ഓപ്ഷൻ ബി ആണ് ആൻസർ. 3ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3/8 ദശാംശ രൂപം എഴുതുക. മാത്സിലേക്ക് നമ്മൾ കടന്നു. അത് ഡെസിമൽ ആക്കാനായിട്ടുള്ള പ്രോബ്ലം ആണ്. വിശദമായിട്ട് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നില്ല. എന്നാൽ തന്നെയും ഞാൻ അതിൻ്റെ ആൻസർ പറയാം. നമുക്ക് ആദ്യം തന്നെ ഡിനോമിനേറ്റർ, അതായത് 8 ഒന്നെങ്കിൽ നമുക്ക് 100ലേക്ക് ആക്കണം, അല്ലെങ്കിൽ 1000ലേക്ക് ആക്കണം. നമുക്ക് ഇവിടെ 100 പറ്റില്ല, അപ്പോൾ 1000ലേക്ക് ആക്കുക. 8നെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്റർ 3നെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ന്യൂമറേറ്ററിൽ നമുക്ക് കിട്ടുന്നത് 375 ആണ്. ഡിനോമിനേറ്റർ 1000 വരും. അപ്പം നമുക്ക് ആൻസർ 0.375. അതായത് നമുക്ക് ഫ്രാക്ഷൻ്റെ ഇതായിട്ട് വരുന്നത് 375/1000 ആണ്. അതാണ് നമുക്ക് ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ, അതായത് ഡിനോമിനേറ്ററിൽ 3 0 ഉള്ളതുകൊണ്ട് 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പം നമുക്ക് 0.375 എന്നുള്ള ആൻസർ നമുക്ക് അവിടെ കിട്ടും. ഞാനതിവിടെ ചെയ്ത് കാണിക്കുന്നില്ല. അതിൻ്റെ ആൻസറിൻ്റെ മെത്തേഡ് അങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്ക് സാധാരണ പലിശയായി 200 രൂപ ലഭിച്ചു. അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര? ഇത് നമുക്ക്
സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ഒക്കെ ഫോർമുല വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 2000 രൂപയ്ക്ക് എടുക്കുമ്പോഴാണ് 200 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നത്. സാധാരണ പലിശ 5% വെച്ചെടുക്കുമ്പോൾ 200 രൂപ കിട്ടുന്നതെന്നുള്ള ആ ഒരു മെന്റൽ എബിലിറ്റി എന്നുള്ള രീതിയിലുള്ള കണക്ക് രീതിയിൽ നമുക്ക് കണക്കാക്കി എടുക്കാം. അപ്പോൾ 2000 ആണ് നമ്മുടെ ഇവിടെ മുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് 200 രൂപയാണ് 2 വർഷത്തേക്ക് 2000 രൂപയ്ക്ക് പലിശയായിട്ട് വരുന്നത്. അപ്പോൾ അത് സാധാരണ പലിശയാണ്. എന്നാൽ ഇതേ സെയിം പലിശ നിരക്കില് 5% പലിശ നിരക്കിൽ തന്നെ കൂട്ടുപലിശ നിരക്കില് 2 വർഷത്തേക്ക് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ 5% കൂടിയും കൂടും. 200 എന്നുള്ളത് 205 ആയിട്ട് മാറും കൂട്ടുപലിശ. അപ്പൊ 2205 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അത് ഞാനിവിടെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഫോർമുല ഉപയോഗിച്ചും നമുക്ക് അതിന്റെ ആൻസർ കാണാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ആൻസർ കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും 4:3 എന്ന അംശബന്ധത്തിലാണ്. 10 ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ ഇത് 3:1 എന്ന അംശബന്ധത്തിലായി. ഇപ്പോൾ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡും വെള്ളവും ഉണ്ട്? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 18ഉം 6ഉം. ഇവിടെ നമ്മൾ റേഷ്യോയുടെ പ്രോബ്ലം ആണ് വരുന്നത്. അത് നമുക്ക് 4x + 10:3x = 3:1 എന്ന് എടുക്കുക. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ ആൻസർ കീ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ, അതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ, അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായിട്ട് മാറും. എന്നാൽ അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഇവിടെയും നിങ്ങൾക്ക് ഒരെണ്ണം എക്സ് ആയിട്ട് എടുക്കുക. അതായത് അപ്പുവിന്റെ പ്രായം എക്സും അമ്മയുടെ പ്രായം അപ്പോൾ എന്താണ് 9 മടങ്ങ് എന്ന് പറയുമ്പോൾ 9x ആണ്. 9 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 9 ഇയേഴ്സ് അപ്പുവിന്റെ പ്രായം എന്ന് പറയുന്നത് 9 + x ആണ്. അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് 9x + 9 ആയിട്ട് വരും. അങ്ങനെ നമുക്ക് ആ 9x + 9 എന്ന് പറയുന്നത് 3 ടൈംസ് ഇവിടെ പറയുന്നുണ്ട്, 3 മടങ്ങായിട്ട് മാറുമെന്ന്. 3 × x + 9 ആണ്. 9x + 9 = 3 × x + 9. ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ x = 3 എന്നാണ്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം എടുത്തത് അപ്പുവിന്റെ പ്രായമായിട്ടാണ്. അമ്മയുടെ പ്രായം 9x ആയിരുന്നു അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടുന്നത് 3 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, കോണുകളുടെ തുക 8100 ആയ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഇത് ഒരു ഫോർമുലയുണ്ട്, n-2 × 180 ഡിഗ്രി എന്നുള്ള ആ ഫോർമുലയിലാണ് ബഹുഭുജത്തിന്റെ തുക, കോണുകളുടെ തുകയായിട്ട് വരുന്നത്. അത് കാണാനുള്ള ഫോർമുലയാണ് n-2 × 180 ഡിഗ്രി. അതെന്ന് പറയുന്നത് 8100 ആണ്. അപ്പൊ ഈ n-2 അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾക്ക് ആ 180നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. n-2 = എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എത്തുന്നു. 8100 / 180. അപ്പൊ അത് 45. n-2 = 45 എന്ന് കിട്ടും. ആ 45 ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് അല്ല ആൻസർ ആയിട്ട് വരിക. n-2 ആണ് 45. അങ്ങനെ വരുമ്പോൾ n = 47. അപ്പൊ 47 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം വശത്തിന്റെ നീളത്തിന്റെ എത്ര മടങ്ങാണ്? വികർണവും വശത്തിന്റെ നീളവും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് √2 ടൈംസ് ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിലെ സമയം 10:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലോക്കിന്റെ കോണളവ് കാണാനായിട്ട്, അതായത് 30h - 11/2 m, അതായത് 30h - 5.5 m, ആ രീതിയിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 30 × മണിക്കൂർ എന്ന് പറയുന്നത് h, അതായത് 30 × 10 300. മറ്റേതാണെങ്കിൽ മിനിറ്റിന്റെ ചെയ്യുമ്പോൾ 5.5 × 30, അത് 165 വരും. 300 ൽ നിന്ന് 165 സബ്ട്രാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 135 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, 0.25 × 6 ഏതുകൊണ്ട് ഗുണിച്ചാലാണ് 0.25 × 4 കിട്ടുക? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യന് 31നും 81നും ഇടയിൽ 2 സംഖ്യകൾ ചേർക്കുക.
അങ്ങനെ ചേർക്കുന്ന ക്രമം ഒരു സമഗുണിത ശ്രേണിയാണ് എങ്കിൽ ആ രണ്ട് സംഖ്യകൾ ഏതെല്ലാം? ഇവിടെ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്, സമഗുണിത ശ്രേണി ആണോ എന്ന്. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ടേം 3യും ലാസ്റ്റ് ടേം 81 എടുത്ത് ഞാനൊന്ന് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇതിന് കോമൺ ഡിഫറൻസ്, ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറുകൾ എടുത്താൽ, ഇതിനകത്ത് ഓപ്ഷനായിട്ട് തന്നിരിക്കുന്ന ഈ 4 നമ്പർ എടുത്താലും ഒരു സെയിം നമ്പർ കോമൺ ഡിഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതായത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ശ്രേണിയിലെ പൊതുവ്യത്യാസം ഒരുപോലെ ഇരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒന്നിനും 4 എണ്ണത്തിനും അത് വരുന്നില്ല. അതുകൊണ്ട് ഇതിന് ആൻസർ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും ആദ്യത്തെ 120 കിലോമീറ്റർ 20 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. എന്നാൽ മുഴുവൻ യാത്രയിലെയും ശരാശരി വേഗത കാണുക. ഈ ക്വസ്റ്റ്യനും സ്ഥിരം ചോദിക്കാറുള്ളതാണ്, ശരാശരി വേഗത കാണാനുള്ളത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 24. BNC പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസം അധികരിക്കാൻ പാടില്ല? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 14. BNCന്റെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ ബി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി. നെക്സ്റ്റ്, ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്ത തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 7 വർഷം വരെ തടവ്. BNS അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടതാണ്. സെക്ഷൻ 50. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ എന്തിനെ പറ്റി വിശദീകരിക്കുന്നു? കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഭാരതീയ സാക്ഷ്യ അധിനിയമിൽ ഏത് സെക്ഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ 26. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയം ഉളവാക്കുകയോ ചെയ്താൽ അയാൾ ആക്രമണം എന്ന കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കാവുന്നതാണ്. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഭാരതീയ സാക്ഷ്യ അധിനിയ പ്രകാരം കാരിക്കേച്ചർ ഒരു ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, രേഖയാണ്. ഒരു ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയോ താഴെ പറയുന്ന ചില വസ്തുക്കളെ പറ്റി അറിയിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് എക്സ് വൈ എന്ന് പറഞ്ഞ് 2 പാർട്ട് തന്നിട്ടുണ്ട്. എക്സിൽ പറയുന്നത് മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കുപ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനകത്തോ അടുത്തോ ഉള്ള സ്ഥിരമോ താൽക്കാലികമോ ആയ താമസ സ്ഥലം. വൈ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാമത്തിലോ സമീപത്തോ പെട്ടെന്നുള്ളതോ അസ്വാഭാവികമായോ ആയ മരണം സംഭവിക്കുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ സമീപത്തോ ഏതെങ്കിലും മൃതദേഹമോ മൃതദേഹത്തിന്റെ ഭാഗമോ കണ്ടെത്തുകയോ ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ എക്സും വൈയും അതിന്റെ ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ്, ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കേണ്ടത്? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ജില്ലാ മജിസ്ട്രേറ്റ്. ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടെ കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ്? 10 കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NDPS നിയമം ആർക്കെല്ലാം ബാധകമാകും? ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് 4 തന്നിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു വ്യക്തിക്കും, ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും, ലോകത്ത് എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു കപ്പലോ വിമാനമോ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. അപ്പം ഇതിനകത്ത് കൂടുതൽ ആൻസർ ശരിയാവാനായിട്ടുള്ള സാധ്യത ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും എന്നുള്ള ആൻസർ ആണ്. എന്നാൽ ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു വ്യക്തിക്കും എന്നുള്ളത് വേണമെങ്കിൽ ആൻസർ ആവാം. പക്ഷെ ഏറ്റവും കൂടുതൽ അതിനകത്ത് ചാൻസ് ഉള്ളത് ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും എന്നുള്ളതാണ്. അതാണ് കറക്റ്റ്. സി എന്നുള്ള ഓപ്ഷനിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലോകത്ത് എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു കപ്പലോ വിമാനമോ എന്നാണ് കിടക്കുന്നത്. പക്ഷെ ലോകത്ത് എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതല്ല, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലായിരിക്കണം. അത് ലോകത്ത് എവിടെ വെച്ചിട്ടാണെങ്കിലും ഈ നിയമം അത് ബാധകമായിരിക്കും. അപ്പം നമ്മുടെ ആൻസർ ആയിട്ട് കൂടുതൽ വരാൻ ചാൻസ് ഓപ്ഷൻ ബി ആണ്, ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രിപിക് സബ്സ്റ്റാൻസ് ആക്ടിലെ സെക്ഷൻ 31A പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റങ്ങൾക്ക് ബാധകമാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്യൂഷൻ സെന്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തന്റെ സെന്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. എ എന്ത് കുറ്റമാണ് ചെയ്തത്? ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പോക്സോ ആക്ട് സെക്ഷൻ 22 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്. കൂടാതെ 6 മാസം വരെ തടവിന് അർഹനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോക്സോയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരസാങ്കേതിക നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സംസ്ഥാന വിവരാവകാശ ഉദ്യോഗസ്ഥൻ മൂന്നാം കക്ഷി വിവരങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ ആ മൂന്നാം വ്യക്തിക്ക് രേഖാമൂലം അറിയിപ്പ് നൽകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാം കക്ഷി വിവരങ്ങൾ ഉൾപ്പെടുമ്പോൾ. നെക്സ്റ്റ്, പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് പ്രേഷിത. നെക്സ്റ്റ്, നിഷ്ഫല യജ്ഞം എന്ന അർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നിരാമയം എന്ന പദത്തിന്റെ പിരിച്ചെഴുത്ത് രൂപം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, സമത എന്ന വാക്കിന്റെ സമാനാർത്ഥത്തിലുള്ള പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ്, 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം ഏത്? വ്യാഴവട്ടം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ശുദ്ധരൂപം തെരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാം സൗരഭ്യം. ഈ വരികളിലെ സമാന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്,
പ്രിമിറ്റീവ് എന്നതിന്റെ പരിഭാഷ പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തവയിൽ കാട് എന്ന പദത്തിന്റെ പര്യായ പദക്കൂട്ടം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ചേഞ്ച് ദ ഫോളോയിങ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ ടീച്ചർ സെഡ് ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഫൈൻഡ് ദ എറർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സെന്റൻസ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, പിക്ക് ദ കറക്റ്റ് കോമ്പറ്റേറ്റീവ് ഡിഗ്രി സെന്റൻസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Add suitable question tag to the following sentence. Let's go for a walk. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, shall we. Next, complete the sentence by adding a suitable word given below. If she had studied harder, she dash passed the exam. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് കളക്റ്റീവ് നൗൺ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് കോൾഡ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ചൂസ് ദ അനോണിയം അബ്യൂഡന്റ്. ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ദ മിനിസ്റ്റർ പ്രിസൈഡഡ് ഡാഷ് ദ മീറ്റിംഗ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? റൂസോ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ഓപ്ഷൻ ബി ആണ്, ആയില്യം തിരുനാളാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇതിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത് 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിലാണ്. അതായത് ഓപ്ഷൻ 1 തെറ്റാണ്. അതുപോലെ തന്നെ മിസ്റ്റേക്ക് ആയിട്ടുള്ള വേറൊരു ഓപ്ഷനാണ് ഓപ്ഷൻ 1 കൊടുത്തിരിക്കുന്നത് 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിലാണെന്നുള്ളതാണ്. ആ ഓപ്ഷൻ റോങ് ആണ്. മീററ്റിലാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അതുപോലെ നമ്മുടെ ഓപ്ഷനായിട്ട് വരുന്നതിൽ സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിൽ വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. അത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ അവാദിയിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ആ ഓപ്ഷനും 4ാമത്തെ ഓപ്ഷനും 2ാമത്തെ ഓപ്ഷനും ശരിയാണ്. പക്ഷെ തെറ്റായിട്ടുള്ളത് കാൺപൂരിൽ വിപ്ലവത്തിന്റെ നേതാവ് കണവർ സിംഗ് ആയിരുന്നു എന്നുള്ളതാണ് റോങ്. അത് ദാന്തിയ തോപ്പി ആയിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1ഉം 3ഉം ആണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി. നെക്സ്റ്റ്, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? വെല്ലസി പ്രഭു ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കേരളത്തിന്റെ ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? എല്ലാവർക്കും അറിയാം, വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, 1924. അപ്പൊ 100ാം വാർഷികം വരുന്നത് 2024 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റിൽ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു? അതിനകത്ത് ഓപ്ഷൻ സി ആണ് അതിന്റെ ശരി. അതായത് 3ാമത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു. അപ്പൊ ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ലോകത്തിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രയരീസ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യകൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു?
ഓപ്ഷൻ ഡി, അതായത് മൂന്നാമത്തെ ഓപ്ഷൻ ആണ് അതിനകത്ത് ശരിയായിട്ട് വരുന്നത്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രം. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, ട്രെയിൻ ടു പാകിസ്ഥാൻ. നെക്സ്റ്റ്, ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, ചിനാബ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ അവിടെ ശരിയായിട്ട് ഉള്ളതാണ്, സവിശേഷതകളായിട്ട് വരുന്നതാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? അതിലെ ഓപ്ഷൻ ഡി ആണ്, അതായത് ഫോർത്ത് പ്രസ്താവന. അത് മാത്രമാണ് അതിനകത്ത് ഇതായിട്ട് വരുന്നത്, ബന്ധമില്ലാത്തതായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഗോതമ്പിന്റെ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. 1935 സ്ഥാപിതമായി ബാങ്കുകളുടെ ബാങ്കാണ്, ആസ്ഥാനം മുംബൈയാണ്, ധനനയത്തെ നിയന്ത്രിക്കുന്നു. അപ്പൊ എല്ലാം ശരിയാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏഷ്യൻ ഗെയിംസ് 2023 ആയി താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഇന്ത്യയുടെ സ്ഥാനം 3-ാമതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, ശരിയല്ലാത്ത പ്രസ്താവന. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? അതില് 2-ാമത് കൊടുത്തിരിക്കുന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്തതായിട്ട് ഉള്ളത്. ഇതിനകത്ത് ആദ്യത്തെ പ്രസ്താവന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതും, അതുപോലെ തന്നെ ഡോക്ടർ എസ് സ്വാമിനാഥനാണ് അതിന്റെ മുൻകൈ എടുത്തിരുന്നു എന്നുള്ളതും, രാസവളം കീടനാശിനി ഉപയോഗം ഒക്കെ അതിനകത്ത് വന്നിരുന്നു എന്നുള്ളതൊക്കെ ഇതിനകത്ത് ഉള്ളതായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, അമൃത് കാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? സപ്തഋഷിയാണ് അതിനകത്ത്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1-ാമത്തെയും 3-ാമത്തെയും പ്രസ്താവനയാണ് അവിടെ ശരിയായ പ്രസ്താവനകളായിട്ട് വരുന്നത്. വിദ്യാഭ്യാസ അവകാശം 86-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. അതിനകത്ത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1-ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ളത് 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി മാറിയത്. അതുപോലെ തന്നെ 2-ാമത്തെ പ്രസ്താവനയായ ഇപ്പോൾ ഭരണഘടനയിൽ 200A എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു. നെക്സ്റ്റ്, വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 1989 61-ാം ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താൽപര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. അതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 3. വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റിനെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഓപ്ഷൻ ബി ആണ്.
സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. അതിന് ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 1, 2 പ്രസ്താവനകൾ. ലാസ്റ്റിലേക്ക് പോവുകയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മലമ്പനിയുടെ പ്രധാന ലക്ഷണമായ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.